നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നതോടൊപ്പം നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരിയേറെ സമൂഹത്തിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ക്രിസ്മസ് കാലയളവിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലായിടത്തും പ്രകാശങ്ങൾ വിതരുന്ന രീതിയിൽ നക്ഷത്രങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കേക്ക് മുറിക്കുക എന്നുള്ളത്. കേക്കില്ലാതെയുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരിടത്തും ഉണ്ടാവില്ല. നമുക്കെല്ലാവർക്കും കേക്ക് തിന്നാൻ അറിയാം, ടേസ്റ്റോടുകൂടി തിന്നാൻ അറിയാം. പക്ഷേ ഉണ്ടാക്കാൻ അറിയാവുന്നവര് ചുരുക്കമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് കേക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും? കൈവക്കിയ ജൂബിലി ഹാളിൽ നടന്ന ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ കൊച്ചി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസി കണ്ടനാട്ടുതറ അധ്യക്ഷത വഹിച്ചു. ക്യാൻസർ രോഗികൾക്കുള്ള ആശാകിരണം പദ്ധതിയുടെ ഉദ്ഘാടനം നിയുക്ത കൗൺസിലർ മഞ്ജുള അനിൽകുമാർ നിർവഹിച്ചു. അർത്തുങ്കൽ വൈറ്റ്സ് പ്രസിഡന്റ് ഷൈലജ റോബിൻ, കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറൻ ഫാദർ അഗസ്റ്റിൻ കടയപ്പറമ്പിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജെയ്ഫിൻ കാട്ടിക്കാട്ട തുടങ്ങിയവർ സംസാരിച്ചു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ ആര്യലക്ഷ്മി ജെറിയുടെ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. നിറച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്ന ലാലിക്കും കൂടി നിൽക്കുന്ന ദീപുവിനും മറ്റെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയും കൂടി ചെയ്യുക. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. നമ്മളുടെ അധ്യക്ഷനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മളുടെ പ്രിയപ്പെട്ട പുതിയ വികാരി ജനറൽ, ഇപ്പോൾ മുണ്ടംവേലിപ്പള്ളി വികാരിയായിരിക്കുന്ന പുതിയ ജോസി കണ്ടനാട്ടുതറയച്ചനാണ് നമ്മളുടെ പുതിയ വികാരി ജനറലായിട്ട് നിയുക്തൻ ആയിരിക്കുന്നത്. അച്ഛന് എനിക്ക് തോന്നുന്നു ഏകദേശം 45 വർഷമായി പൗരോഹിത്യത്തിൽ നിസ്തുല സേവനം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ജോസി അച്ഛനും അഗസ്റ്റിൻ അച്ഛനും ഫെബി അച്ഛനും പോലെ ഒത്തിരി ആളുകൾ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ നിന്ന് പോകാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അവരെ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. നമ്മൾക്ക് ഒരാളെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരം അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത്രയും കാലത്തെ എൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണത്. ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ നമ്മൾ തീർച്ചയായും എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.